MLA ഓഫീസ് മുറി മാറണമെന്ന കൗൺസിലർ ആർ ശ്രീലേഖയുടെ ആവശ്യം ബുൾഡോസർ രാജിന്റെ മറ്റൊരു മാതൃകയെന്ന VK പ്രശാന്ത് MLA. വാടക കരാർ പ്രകാരം മുറി ഉപയോഗിക്കാൻ മാർച്ച് വരെ അവകാശമുണ്ട്. ഇതിനു പിന്നിൽ രാഷ്ട്രീയ താൽപര്യമുണ്ടെന്നും കാലാവധി തീരും മുൻപ് ഒഴിപ്പിക്കാൻ ശ്രമിച്ചാൽ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഓഫീസ് ഒഴിയണമെന്ന ആവശ്യവുമായി BJP കൗൺസിലർ ആർ ശ്രീലേഖ MLA VK പ്രശാന്തിനെ നേരിട്ട് വിളിച്ചത്. സൗകര്യക്കുറവ് ഉണ്ടെന്നായിരുന്നു കാരണം. അതിന് MLA മാറണമെന്ന് കൗൺസിലർ പറയുന്നത് മര്യാദകേടാണെന്നും ഇതിനു പിന്നിൽ രാഷ്ട്രീയ താൽപര്യമുണ്ടെന്നും MLA VK പ്രശാന്ത് പറഞ്ഞു. അപ്പോൾ ഇതൊരു ശരിയായ രീതിയല്ല. ഇവിടെ MLA മാരും മറ്റ് ജനപ്രതിനിധികളും പ്രതിപക്ഷ കക്ഷികളും എല്ലാം ഉണ്ട്. അവർക്കെല്ലാം പ്രവർത്തിക്കാൻ അധികാരവും അവകാശവുമുണ്ട്. അത് നിലനിൽക്കെ ഈ നിലയിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നടക്കുന്നത് പോലെയുള്ള ബുൾഡോസർ രാജ് പോലുള്ള കാര്യങ്ങളുടെ വേറൊരു മാതൃക കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത് ഒരു ശരിയായ രീതിയല്ലല്ലോ. മാർച്ച് മാസം 31 വരെ, ഈ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് വരെ നിലവിലെ കൗൺസിൽ തീരുമാനമുണ്ട്. അത് കഴിഞ്ഞ് കോർപ്പറേഷൻ എന്താണോ തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്ക് നിയമപരമായി അത് നേരിടാം. നേരത്തെ ഉണ്ടായിരുന്ന കൗൺസിലർമാർ ഉപയോഗിച്ച മുറിയാണിത്. മാർച്ച് 31 വരെ വാടക കരാർ അടിസ്ഥാനത്തിൽ തനിക്ക് ഈ മുറിയിൽ പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ടെന്നും MLA പറഞ്ഞു. എന്നാൽ വാടക കരാർ ഉള്ളതായി തനിക്കറിയില്ലെന്നായിരുന്നു ആർ ശ്രീലേഖയുടെ പ്രതികരണം. എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു കരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു അഗ്രിമെൻറ്റിൻ്റെ ബേസിസിൽ വാടക കൊടുക്കുന്നുണ്ട്. അപ്പം കോർപ്പറേഷൻ്റെ സ്ഥലമായതുകൊണ്ടാണല്ലോ വാടക കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥലമാണല്ലോ, അദ്ദേഹം വാടക കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേസമയം കാലാവധി കഴിയും മുൻപ് മുറി ഒഴിപ്പിക്കാൻ ശ്രമിച്ചാൽ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനാണ് തീരുമാനമെന്ന് MLA പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.